കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് ഒരു ലൈൻ എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നത്, ഒരു സ്ട്രിംഗ് എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇത് പ്രിന്റ് ഓഫ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇൻറ്റീജർ ടൈപ്പ്, ക്യാരക്ടർ ടൈപ്പ്, ഫ്ലോട്ട് ഡാറ്റ ഒക്കെ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നതെന്നും പ്രിന്റ് ചെയ്യുന്നതെന്നും അതേപോലെ തന്നെ സ്കാൻഎഫ് ഉപയോഗിച്ച് ഇതൊക്കെ എങ്ങനെ റീഡ് ചെയ്യാമെന്നുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പ്രിന്റ്എഫ് സ്കാൻഎഫ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഹെഡർ ഫയൽ എന്ന് പറയുന്നത് stdio.h എന്നുള്ള ഹെഡർ ഫയലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇനി പ്രിന്റ്എഫിൽ നമ്മൾ പറഞ്ഞായിരുന്നു, പ്രിന്റ്എഫ് എന്ന് എഴുതിയിട്ട് ഡബിൾ കോട്സിനുള്ളിൽ എന്ത് കൊടുത്താലും അതേപോലെ തന്നെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. അത് സ്ട്രിങ്ങിന്റെ കേസിലാണ്. പക്ഷേ ഇൻറ്റീജർ ക്യാരക്ടർ ഒക്കെ വന്നു കഴിയുമ്പോഴേക്കും അത് നടക്കത്തില്ല. ഇൻറ്റീജർ ക്യാരക്ടറും ഒക്കെ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഇത് ഫോർമാറ്റ് സ്ട്രിംഗ് ഉണ്ട്. അപ്പം ഈ പ്രിന്റ്എഫ് എഴുതിയിട്ട് ഡബിൾ കോട്സിന്റെ ഉള്ളിൽ ഫോർമാറ്റ് സ്ട്രിംഗ് എഴുതുക, എന്നിട്ട് ആർഗ്യുമെന്റ് ലിസ്റ്റും കൂടി കൊടുക്കുക. അതെന്താണെന്ന് ഞാൻ എക്സാമ്പിൾ കാണിച്ചിട്ട് പറഞ്ഞു തരാം. ഇപ്പൊ ഇൻറ്റീജർ ആണെങ്കിൽ ഉപയോഗിക്കേണ്ട ഫോർമാറ്റ് സ്ട്രിംഗ് %d ആണ്, ക്യാരക്ടർ ആണെങ്കിൽ %c ആണ്, സ്ട്രിംഗ് ആണെങ്കിൽ %s, ഫ്ലോട്ട് ആണെങ്കിൽ %f. അപ്പം പ്രിന്റ്എഫിന്റെയും സ്കാൻഎഫിന്റെയും സിന്റാക്സ് ഒരുപോലെയാണ്. ഫോർമാറ്റ് സ്ട്രിംഗ് ആദ്യം ഡബിൾ കോട്സിനുള്ളിൽ കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് കോമ ഇട്ടിട്ട് എന്ത് കൊടുക്കുക, ആർഗ്യുമെന്റ് ലിസ്റ്റും കൂടി കൊടുക്കുക. അപ്പൊ ഇതാണ് ഇതിന്റെ സിന്റാക്സ് എന്ന് അറിഞ്ഞിരിക്കുക. ഇതെങ്ങനെയാണ് ഒരു സിയിൽ നമുക്ക് പ്രോഗ്രാം എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ സിയുടെ കൺസോൾ എടുത്തിട്ടുണ്ട്. ടർബോ സി ആണ്. ഞങ്ങളുടെ ഫയല് ന്യൂ അല്ലെങ്കിൽ ന്യൂ എടുത്ത് പുതിയ വിൻഡോ വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഹെഡർ ഫയൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ #include stdio.h. stdio.h ഉപയോഗിക്കുന്നത് പ്രിന്റ്എഫ്, സ്കാൻഎഫ് തുടങ്ങിയ ഫംഗ്ഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ stdio.h എന്നുള്ള ഹെഡർ ഫയൽ യൂസ് ചെയ്യുന്നത്. ഇനി getchനും CLRSCRനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, conio.h എന്നുള്ള ഹെഡർ ഫയൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ നിങ്ങൾ മൊബൈലിൽ ചെയ്ത് നോക്കുമ്പോൾ conio.hന്റെ ആവശ്യമില്ല, കാരണം അവിടെ നമ്മൾ CLRSCRും getch ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നതെന്നൊക്കെ കൊടുത്തിരുന്നു. ഇനി ഞാനിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇന്റ് നം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പോവാണ്. ഇതാണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റാണ് നമ്മൾ വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ തന്നെ അത് എന്ത് ചെയ്തിരിക്കണം, അത് ഡിക്ലെയർ ചെയ്തിരിക്കണം. അതിന്റെ ടൈപ്പ് നമ്മൾ പറഞ്ഞിരിക്കണം. അപ്പൊ ഇന്റ് നം, അപ്പൊ നം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഇൻറ്റീജർ ടൈപ്പിലുള്ള ഒരു മെമ്മറി ലൊക്കേഷൻ ഞാൻ എടുത്തു. അതിന്റെ അകത്ത് നമുക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാൻ പോവാണ്. ഇതിങ്ങനെ തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്ത് വേണമെങ്കിലും കൊടുക്കാം. വേരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയും. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, ഇന്റ് നം = 5. ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമ്മൾ ഡിക്ലറേഷനും ഇനീഷ്യലൈസേഷനും ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഇന്റ് നം ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, എന്നിട്ട് അതിന്റെ താഴെ വന്നിട്ട് നം = 5 ഏതെങ്കിലും ഒരു വാല്യൂ കൊടുത്ത് വേണമെങ്കിലും അതിനെ ഇനീഷ്യലൈസ് ചെയ്യാം, അതും കുഴപ്പമില്ല. അപ്പൊ ഇത് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിൽ 5 എന്നുള്ള വാല്യൂ എങ്ങോട്ടേക്ക് അസൈൻ ചെയ്യും, നമ്മിലേക്ക് അസൈൻ ചെയ്യും. അപ്പൊ അത് ഒറ്റ ലൈനിൽ വേണമെങ്കിൽ നമുക്ക് ഡിക്ലറേഷന്റെ സമയത്ത് തന്നെയും അതിനെ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ടാണ് ആദ്യം ഇവിടെ ഇന്റ് നം = 5 എന്ന് ഈ സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ എഴുതിയത്. എങ്ങനെ വേണമെങ്കിലും എഴുതാം, കുഴപ്പമില്ല. ഇനി നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടേണ്ടത് എന്താണ്, ഈ നം എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂ വേണം നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടാനായിട്ട്. അപ്പൊ ഞാനത് പ്രിന്റ് ചെയ്യാനായിട്ട് പ്രിന്റ്എഫ് എന്ന് എഴുതി. പ്രിന്റ്എഫിന്റെ അകത്ത് എന്തെഴുതണം, ഡബിൾ കോട്സിന്റെ ഉള്ളില് ഇവിടെ ഈ നം എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂ വേണം നമുക്ക് പ്രിന്റ് ചെയ്യാൻ. അപ്പൊ നം എന്ന് പറയുന്ന വേരിയബിളിന്റെ ടൈപ്പ് ആദ്യം എന്താണെന്ന് നോക്കുക. ടൈപ്പ് എന്താണ്, ഇന്റ് ആണ്. അപ്പം ഫോർമാറ്റ് സ്ട്രിംഗ് എന്ന് അതാണ്. നമ്മുടെ വേരിയബിളിന്റെ ടൈപ്പ് ആദ്യം പറയണം. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം, %d എന്ന് കൊടുക്കണം. %d എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻറ്റീജർ ആണ് നമ്മൾ റീഡ് ചെയ്യുന്നത് എന്ന് കാണിക്കാനായിട്ടുള്ള ഫോർമാറ്റ് സ്ട്രിംഗ് ആണ് %d. ഒരു ഇൻറ്റീജർ വാല്യൂ ഞാൻ പ്രിന്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുന്നതാണ് %d. ഒറ്റ വാല്യൂ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഡബിൾ കോട്സ് ഇട്ട് ക്ലോസ് ചെയ്തു, എന്നിട്ടൊരു കോമ കൊടുത്തു. ഇതാണ് ഇതിന്റെ സിന്റാക്സ്. ഇതിന് ഓരോന്നിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രിന്റ്എഫ് എന്ന് എഴുതുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതിന്റെ അകത്ത് %d എന്ന് ഡബിൾ കോട്സിന്റെ ഉള്ളിൽ കൊടുക്കുക, എന്നിട്ട് കോമ ഇടുക. കോമ ഇട്ടു. അപ്പൊ ഇൻറ്റീജർ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യാൻ പോകുന്നതെന്ന് ആദ്യമേ പറഞ്ഞു. ഇനി ഏത് വാല്യൂ പ്രിന്റ് ചെയ്യുന്നത്, ഈ നം എന്ന് പറയുന്ന വേരിയബിളിൽ കിടക്കുന്ന വാല്യൂ വേണം പ്രിന്റ് ചെയ്യാൻ. അപ്പൊ നമ്മൾ എന്ത് പ്രിന്റ് കൊടുക്കണം, നം എന്ന് പറയുന്ന വേരിയബിളിന്റെ പേര് കൊടുക്കണം, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക,
സെമിക്കോളൻ കൊടുക്കുക. സിയിലെ ഏത് സ്റ്റേറ്റ്മെന്റും അവസാനിക്കുന്നത് സെമിക്കോളനിലായിരിക്കും. ഓർത്ത് വെക്കണം, ഈ stdio.h കോണിയോയ്ക്കൊന്നും സെമിക്കോളൻ കൊടുക്കരുത്. അതേപോലെ മെയിനിലും സെമിക്കോളൻ കൊടുക്കരുത്. ഈ മെയിനിന്റെ ഉള്ളിൽ എഴുതുന്ന സ്റ്റേറ്റ്മെന്റ്സിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, സെമിക്കോളൻ ഇട്ട് ക്ലോസ് ചെയ്യുന്നത്. ഇനി ഈ പ്രിന്റ്എഫ്, അപ്പൊ പ്രിന്റ്എഫിന്റെ സ്റ്റേറ്റ്മെന്റ് അത് ആ പ്രിന്റ്എഫ് ലൈൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. പ്രിന്റ്എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്രേ ഉള്ളൂ ശരിക്കും നമ്മുടെ കോഡ്, ശരിക്കും നമ്മൾ ഇത്ര എഴുതുന്നുള്ളൂ. ഞാനൊരു വേരിയബിൾ എടുത്തു, ആ വേരിയബിളിന്റെ പേര് നം എന്നാണ്, അതിന്റെ ടൈപ്പ് ഇന്റ് ആണ്. ഇതിനെയാണ് വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു വേരിയബിൾ ഒരു പ്രോഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്തിരിക്കണം, അത് ഡിക്ലെയർ ചെയ്തിരിക്കണം. അപ്പൊ ഇവിടെ നം എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുത്തു, നം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 5 എന്നുള്ള വാല്യൂ ഞാൻ അസൈൻ ചെയ്തു. എന്നിട്ട് ഞാൻ പ്രിന്റ് ചെയ്യാൻ പോവാണ്. 5 എന്നുള്ള വാല്യൂ ഞാൻ പ്രിന്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, പ്രിന്റ് ചെയ്യാനായിട്ട് ഞാൻ പ്രിന്റ്എഫ് എഴുതി. പ്രിന്റ്എഫിന്റെ അകത്ത് നമ്മൾ ഡബിൾ കോട്സിന്റെ ഉള്ളിൽ ആദ്യമേ നമ്മൾ പ്രിന്റ് ചെയ്യാൻ പോകുന്ന വാല്യൂ, അതിന്റെ ടൈപ്പ് നമ്മൾ പറയണം. അപ്പൊ അതിന്റെ ടൈപ്പ് എന്താണ്, %d ആണ്. %d എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റീജർ ടൈപ്പ് ആണ്. അപ്പൊ ഇന്റീജർ ടൈപ്പ് എന്ന് പറഞ്ഞു, കോമ ഇട്ടു, നം എന്ന് എഴുതി. ഓക്കെ, നമുക്ക് ഇതൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്തു, എറർ ഒന്നുമില്ല. ഇനി നമുക്ക് ഗെറ്റ് CH കൊടുക്കാം. ഗെറ്റ് CH കൊടുക്കുന്നത് എന്തിനാന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ മൊബൈലിൽ ചെയ്യുമ്പോൾ ഗെറ്റ് CHന്റെ ആവശ്യമില്ല, ജസ്റ്റ് ഗെറ്റ് CH ഒഴിവാക്കി ചെയ്താലും മതിയായിരിക്കും. ഞാൻ ഇത് ടർബോ സിയിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഗെറ്റ് CH ഉം CLRS സ്റ്റേറ്റ്മെന്റും കൊടുത്തു പോകുന്നത് കേട്ടോ. ദെൻ കമ്പൈൽ, ഒന്നും കൂടെ കമ്പൈൽ ചെയ്തു, ദെൻ റൺ ചെയ്തു. 5 എന്നുള്ള വാല്യൂ കിട്ടി. ഓക്കെ, ഇനി ഞാനൊരു ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുവാണ്. നമ്മൾ തിരിച്ച് നമ്മുടെ എഡിറ്ററിലേക്ക് പോയി. എനിക്ക് നം = 5 എന്ന് കിട്ടണം എന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യണ്ട, നം = അപ്പൊ ഈ ഡബിൾ കോട്സിന്റെ ഉള്ളിൽ എന്ത് കൊടുത്താലും അത് അതുപോലെ തന്നെ കിട്ടും. ഒരു വേരിയബിളിലെ വാല്യൂ പ്രിന്റ് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ വരേണ്ട സ്ഥലത്ത് മാത്രം നമ്മൾ എന്ത് കൊടുക്കുക, ഈ അതിന്റെ ടൈപ്പ് പറയുക. ടൈപ്പ് പറഞ്ഞിട്ട് കോമ ഇട്ടിട്ട് ആ വേരിയബിൾ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത് പ്രിന്റ്എഫ് നം = അങ്ങനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് സ്ക്രീനിൽ കിട്ടണം. അപ്പൊ ഒരു കുഴപ്പമില്ല, ഡബിൾ കോട്സിന്റെ ഉള്ളിൽ അങ്ങനെ തന്നെ കൊടുക്കുക. എന്നിട്ട് %d, ഇവിടെ %d എന്ന് കൊടുക്കാൻ കാരണം നമുക്ക് ഇവിടെ നം എന്ന് കൊടുത്താൽ, ഡയറക്റ്റ് ആയിട്ട് ഞാൻ നം കൊടുത്ത് കാണിച്ചു തരാം. അപ്പൊ ഞാനിവിടെ ഇപ്പൊ ഈ %d കൊടുക്കാത്തതിന് പകരം ഈ വേരിയബിൾ അല്ലെ, നം എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തേക്കുന്ന വേരിയബിളിന്റെ വാല്യൂ ഞാൻ ഇവിടെ കൊടുത്ത് കാണിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഞാൻ കൊടുത്താ എന്താ ഔട്ട്പുട്ട് വരുന്നത് നമുക്ക് നോക്കാം. നം = നം എന്ന് കിട്ടും. പക്ഷെ എനിക്ക് നം = നം എന്നാണോ വേണ്ടത്? നം = നം എന്നല്ല, ഈ നം എന്ന് പറയുന്ന വേരിയബിളിൽ കിടക്കുന്ന വാല്യൂ വേണം എനിക്ക് എന്ത് ചെയ്ത് കിട്ടാൻ, പ്രിന്റ് ചെയ്ത് കിട്ടാൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ കോമൺ ആയിട്ട് സംഭവിക്കുന്ന മിസ്റ്റേക്സ് ആണ്. ഈ വേരിയബിളിന്റെ പേരെടുത്ത് അങ്ങനെ തന്നെ ഡബിൾ കോട്സിന്റെ ഉള്ളിൽ കൊടുക്കും. അങ്ങനെ എഴുതരുത്. കാരണം ഡബിൾ കോട്സിനുള്ളിൽ എന്ത് കൊടുത്താലും അത് അതുപോലെ തന്നെ സ്ക്രീനിൽ കിട്ടും. ഇപ്പൊ വേരിയബിളിന്റെ പേര് കൊടുത്താൽ അത് വേരിയബിൾ ആണോ എന്താണെന്നൊന്നും മനസ്സിലാകത്തില്ല. ഡബിൾ കോട്സിനുള്ളിൽ എന്ത് കിടക്കുന്നു അത് അങ്ങനെ തന്നെ പ്രിന്റ് ചെയ്ത് നമ്മളെ കാണിക്കും. അപ്പൊ നമുക്ക് എന്ത് വേണം, ഈ വേരിയബിളിലെ വാല്യൂ ആണ് ഇവിടെ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ഇവിടെ എന്ത് പറഞ്ഞു കൊടുക്കണം, ഞാനൊരു വേരിയബിളിലെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ പോകുവാണ്, അതിന്റെ ടൈപ്പ് %d ഇന്റീജർ ടൈപ്പ് ആണെന്ന് പറയണം. എന്നിട്ട് ഈ ഡബിൾ കോട്സ് ഇട്ടിട്ട് ഒരു കോമ ഇട്ടിട്ട് ആ വേരിയബിളിന്റെ പേരും പറയണം. അപ്പൊ ഈ %d എന്ന് വന്ന സ്ഥലത്ത് എന്ത് പ്രിന്റ് ചെയ്തോളും, നം എന്നുള്ള വേരിയബിളിലെ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്തോളും. ഇങ്ങനെയാണ് ഒരു വേരിയബിളിൽ കിടക്കുന്ന വാല്യൂ പ്രിന്റ്എഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാനിത് ഒന്നും കൂടി പറഞ്ഞുതരാം. ഞാനിവിടെ ഒരു വേരിയബിൾ എടുത്തു, ആ വേരിയബിളിന്റെ പേര് നം എന്നാണ്. ആ നമ്മിലേക്ക് 5 എന്നുള്ള ഒരു വാല്യൂ അസൈൻ ചെയ്തു. എന്നിട്ട് പ്രിന്റ്എഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് അത് പ്രിന്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ എനിക്ക് ഈ നം = %d ഡയറക്റ്റ് ആയിട്ട് ഡബിൾ കോട്സിന്റെ ഉള്ളിൽ ഈ നം എന്ന് കൊടുക്കാൻ പറ്റത്തില്ല. ഡയറക്റ്റ് ആയിട്ട് ഡബിൾ കോട്സിന്റെ ഉള്ളിൽ നം എന്ന് കൊടുത്താൽ അതൊരു സ്ട്രിംഗ് ആയിട്ട് കൺസിഡർ ചെയ്ത് നം എന്ന് തന്നെ പ്രിന്റ് ചെയ്ത് കിട്ടും. നമുക്ക് അതല്ല വേണ്ടത്. നമുക്ക് ഈ മെമ്മറി ലൊക്കേഷൻ, ഈ നം എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു മെമ്മറി ലൊക്കേഷൻ ആണ്. ഈ മെമ്മറി ലൊക്കേഷനിൽ കിടക്കുന്ന വാല്യൂ 5 എന്നുള്ള വാല്യൂ വേണം എനിക്ക് പ്രിന്റ് ചെയ്ത് കിട്ടാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഡബിൾ കോട്സിന്റെ ഉള്ളിൽ വേരിയബിളിന്റെ പേര് കൊടുക്കരുത്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആ വേരിയബിളിന്റെ ടൈപ്പ് പറയണം. ഞാനൊരു ഇന്റീജർ ടൈപ്പിലുള്ള വാല്യൂ പ്രിന്റ് ചെയ്യാൻ പോവുകയാണ്. ആ ഇന്റീജർ ടൈപ്പിലുള്ള ഒരു വാല്യൂ പ്രിന്റ് ചെയ്യാൻ പോവുകയാണ്. അതിന്റെ ഫോർമാറ്റ് സ്ട്രിംഗ് %d ആണ്. ആ ടൈപ്പ് ചെയ്യാൻ പോകുന്ന വേരിയബിൾ അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന വാല്യൂ കിടക്കുന്നത് നം എന്ന് പറയുന്ന വേരിയബിൾ ആണ്. അപ്പൊ ഇത് നം എന്ന് കൊടുക്കും. അപ്പൊ ഈ %d സ്ഥലത്ത് എന്ത് വരും, ഈ നം എന്നുള്ള വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, നമുക്ക് ഒന്നും കൂടെ നോക്കാം. കമ്പൈൽ ചെയ്തു, ദെൻ റൺ ചെയ്തു.
അപ്പൊ നം ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. മനസ്സിലായോ? അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വേരിയബിളിൽ കിടക്കുന്ന വാല്യൂ പ്രിന്റ് എഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാനൊരു ഫ്ലോട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ നം ഇസ് ഈക്വൽ ടു 5 എന്നുള്ളത് മാറ്റിയിട്ട് ഞാനത് ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇവിടെ ഡിക്ലറേഷന്റെ സമയത്ത് തന്നെ നം ഇസ് ഈക്വൽ ടു 5 എന്ന് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഓക്കെ, ഇനി എനിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. എനിക്കിനി ഒന്നിൽ കൂടുതൽ വാല്യൂസ് പ്രിന്റ് ചെയ്യണം അല്ലെ, ഒന്നിൽ കൂടുതൽ ഇന്റീജർ വേരിയബിൾ ഉണ്ട്, അതിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യണം. അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഞാൻ എ ഇസ് ഈക്വൽ ടു 10 എടുത്തു, കോമ ഇടുക, ബി ഇസ് ഈക്വൽ ടു 20 എന്ന് എടുത്തു, കോമ ഇടുക. അപ്പോൾ ഒരു ലൈനിൽ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇന്റ് എ കോമ ബി ഇങ്ങനെ എഴുതുന്നത് തെറ്റൊന്നുമില്ല. കാരണം ഒരു ലൈനിൽ തന്നെ നമുക്ക് എത്ര വേരിയബിൾസിനെ വേണമെങ്കിലും നമുക്ക് ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ എഴുതിയിട്ട് ദെൻ എ ഇസ് ഈക്വൽ ടു 10 എന്ന് എഴുതാം. പിന്നെ എന്ത് ചെയ്തു, ബി ഇസ് ഈക്വൽ ടു 20 എന്ന് എഴുതാം. അതായത് എ ബി എന്ന് പറയുന്ന രണ്ട് ഇന്റീജർ ടൈപ്പിലുള്ള രണ്ട് വേരിയബിൾ എടുത്തു. അതിൽ എയിലേക്ക് 10 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്തു, ബിയിലേക്ക് 20 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്തു. ഇങ്ങനെ 3 ലൈനായിട്ട് എഴുതുന്നതിന് പകരം എളുപ്പത്തിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്തിരിക്കുമ്പോൾ തന്നെ എ ഇസ് ഈക്വൽ ടു 10 എന്നിട്ടൊരു കോമ ഇട്ടിട്ട് ബി ഇസ് ഈക്വൽ ടു 20 എന്ന് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാനായിട്ട് കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിക്കൊള്ളുക. അതല്ല, നമുക്ക് നമ്പർ ഓഫ് ലൈൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, എ ഇസ് ഈക്വൽ ടു 10 ബി ഇസ് ഈക്വൽ ടു 20 എന്ന് എഴുതിയത്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അത് ഒരു ലൈനിൽ തന്നെ നമുക്ക് എത്ര വേരിയബിളിനെ വേണമെങ്കിലും ഡിക്ലെയർ ചെയ്യാം, ഒരേ ടൈപ്പിലുള്ള എത്ര വേരിയബിളിനെ വേണമെങ്കിലും ഡിക്ലെയർ ചെയ്യാം. അതേപോലെ തന്നെ ഇനീഷ്യലൈസ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഇത് 3 സ്റ്റേറ്റ്മെന്റ് വന്നു. ആദ്യം ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, പിന്നെ എ എന്നുള്ള വാല്യൂവിനെ ഇനീഷ്യലൈസ് ചെയ്തു, പിന്നെ ബിനെ ഇനീഷ്യലൈസ് ചെയ്തു. അങ്ങനെ 3 സ്റ്റെപ്പ് ചെയ്യുന്നതിന് പകരം ഞാനത് ഒഴിവാക്കിയിട്ട് ഒരൊറ്റ ലൈനിൽ തന്നെ എയും ബിയും ഡിക്ലെയർ ചെയ്തു, അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്തു, ഇനീഷ്യലൈസ് ചെയ്തു. അപ്പൊ അതിനെ ഓരോന്നിനെ എനെയും ബിനെയും കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തു, സെമിക്കോളൻ ഉപയോഗിച്ച് നമ്മുടെ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ അവസാനിപ്പിച്ചു. അപ്പൊ ഇത് ഓരോന്നിനും ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട്. കോമ എന്താണ്, സെമിക്കോളൻ എന്താണ്, എവിടെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ തെറ്റുവരും. ഓക്കെ, ഇനി എനിക്ക് എന്ത് പ്രിന്റ് ചെയ്ത് കിട്ടണം, എയിലെ വാല്യൂ പ്രിന്റ് ചെയ്ത് കിട്ടണം, ബിയിലെ വാല്യൂ പ്രിന്റ് ചെയ്ത് കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല, നമുക്ക് പ്രിന്റ് എഫ് എഴുതാം. പ്രിന്റ് എഫ് ബ്രാക്കറ്റിൽ എന്ത് എഴുതുക, എ ഇസ് ഈക്വൽ ടു അല്ലെ, എ ഇസ് ഈക്വൽ ടു എയുടെ സ്ഥലത്ത് എന്ത് വരണം, എ എന്നുള്ള വേരിയബിളിലെ വാല്യൂ വേണം വരാൻ, എ എന്നുള്ള വേരിയബിളിലെ വാല്യൂ വേണം വരാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നമ്മൾ എന്ത് കൊടുത്തു, പെർസെന്റേജ് ഡി എന്ന് കൊടുത്തു. കാരണം വേരിയബിളിലെ വാല്യൂ വേണം വരാൻ. എന്നിട്ട് എന്ത് ചെയ്തു, ആ വേരിയബിളിന്റെ പേരെന്താ, എ ആണ്. അപ്പൊ എ എന്നൂടെ എഴുതി സെമിക്കോളൻ ഇട്ട് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ലൈനില് പ്രിന്റ് എഫ് ബി ഇസ് ഈക്വൽ ടു പെർസെന്റേജ് ഡി. ദെൻ ഈ ബിയുടെ സ്ഥലത്ത് എന്ത് വരണം, ഈ പെർസെന്റേജ് ഡിയുടെ സ്ഥലത്ത് എന്ത് വരണം, ഈ പെർസെന്റേജ് ഡിയുടെ സ്ഥലത്ത് ബി എന്നുള്ള വേരിയബിളിലെ വാല്യൂ വേണം വരാൻ. ഞാൻ എന്ത് ചെയ്തു, ബി എന്ന് എഴുതി ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്രയുള്ള നമ്മുടെ കോഡ്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്തു, റൺ ചെയ്തു. അപ്പൊ എ ഇസ് ഈക്വൽ ടു 10 ബി ഇസ് ഈക്വൽ ടു 20 എന്ന് കിട്ടി. പക്ഷെ നമ്മൾ 2 ലൈനിലായിരുന്നു എഴുതിയിരുന്നത് അല്ലെ. അത് നമ്മൾ HTML പഠിച്ച പോലെ തന്നെ 2 ലൈനിലോ 3 ലൈനിലോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതുന്നതാണ്. പുതിയ ലൈനിലേക്ക് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറയാനായിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് /n എന്ന് പറയുന്ന ക്യാരക്ടർ ആണ്. ഓക്കെ, കാണിച്ചു തരാം. സ്ലാഷ്, ഈ എന്റർ കീക്ക് മുകളിലുള്ള സ്ലാഷ് കേട്ടോ, എന്റർ കീക്ക് മുകളിലുള്ള സ്ലാഷും എന്റർ കീക്കും ബാക്ക് സ്പേസിനും ഇടയ്ക്ക് കിടക്കുന്ന സ്ലാഷ്, പിന്നെ ഒരു n കൊടുക്കുക. അങ്ങനെ ന്യൂ ലൈൻ ക്യാരക്ടർ എന്ന് പറയും കേട്ടോ. ന്യൂ ലൈൻ ആണ് ഇത്, n എന്ന് പറഞ്ഞാൽ ന്യൂ ലൈൻ എന്നാണ് ഇതിന്റെ മീനിങ്. ഇനി നമുക്കൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. റൺ ചെയ്തു. അപ്പൊ എ ഇസ് ഈക്വൽ ടു 10 ബി ഇസ് ഈക്വൽ ടു 20 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഇതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ലൈൻസ്, ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം. ഇത് പ്രോഗ്രാം മനസ്സിലാക്കാത്തവർക്കുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. ഞാൻ എ ബി എന്ന് പറഞ്ഞ് 2 വേരിയബിൾ എടുത്തു. ആ വേരിയബിളിന്റെ ടൈപ്പ് ഇന്റീജർ ആണ്. എയിലേക്ക് 10 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്തു, ബിയിലേക്ക് 20 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്തു. എയിലെയും ബിയിലെയും വാല്യൂ എനിക്ക് പ്രിന്റ് എഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് പ്രിന്റ് ചെയ്ത് കിട്ടണം.
അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രിന്റ് എഫ് സ്റ്റേറ്റ്മെന്റ് എഴുതി. പ്രിന്റ് എഫിന്റെ അകത്ത് എന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് ആദ്യം ഫോർമാറ്റ് സ്ട്രിംഗ് പറയുക, പിന്നെ വേരിയബിളിന്റെ പേര് പറയുക. അപ്പം a is equal to എന്ന് പറഞ്ഞ് വേണം എനിക്ക് പ്രിന്റ് ചെയ്ത് കിട്ടാൻ. അതുകൊണ്ട് ഞാൻ a is equal to എന്ന് തന്നെ എഴുതി. പ്രിന്റ് എഫിന്റെ അകത്ത് ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ എന്ത് കൊടുത്താലും അത് അങ്ങനെ തന്നെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. പക്ഷെ ഈ വേരിയബിളിലെ വാല്യൂ a എന്നുള്ള വേരിയബിളിലെ വാല്യൂ വേണം എനിക്ക് ഇവിടെ വരാൻ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, a is equal to എന്ന് എഴുതിയിട്ട് എവിടെയാണോ ആ വേരിയബിളിന്റെ വാല്യൂ നമുക്ക് വേണ്ടത് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഫോർമാറ്റ് സ്ട്രിംഗ് പറയുക. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇന്റീജർ ആണ്. ഇന്റീജർ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് എഴുതി, %d എന്ന് എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു, ഈ ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തു. ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തിട്ട് കോമ ഇട്ടിട്ട് ആ വേരിയബിളിന്റെ പേര് പറഞ്ഞു. പുതിയ ലൈനിലേക്ക് ബിയുടെ വാല്യൂ പുതിയ ലൈനിലേക്ക് പ്രിന്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കൊടുത്തു, ഒരു സ്ലാഷിനും കൂടി കൊടുത്തു. എന്നിട്ട് ഇതിനെ സെമിക്കോളൻ ഉപയോഗിച്ച് നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി അടുത്ത ലൈനിൽ സെയിം സ്റ്റേറ്റ്മെന്റ് നമുക്ക് എഴുതി. പ്രിന്റ് എഫ് ബി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതി. ഇവിടെ ബിയുടെ വാല്യൂ വരേണ്ട സ്ഥലത്ത് അതിന്റെ ഫോർമാറ്റ് സ്ട്രിംഗ് ആയിട്ടുള്ള %d എന്ന് എഴുതി. എന്നിട്ട് നമ്മൾ കോമ ഇട്ട് ഈ %d സ്ഥലത്ത് നമുക്ക് ഏത് വേരിയബിളിലെ വാല്യൂ ആണ് വരേണ്ടത്, ബി എന്നുള്ള വേരിയബിളിലെ വാല്യൂ ആണ് വരേണ്ടത്. അവിടെ നമ്മൾ എന്ത് കൊടുത്തു, d എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ. ഇത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചിരിക്കുക. ദെൻ റൺ ചെയ്തപ്പോൾ നമുക്ക് a is equal to 10, b is equal to 20 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഇത്രയും മനസ്സിലായെങ്കിൽ നിങ്ങൾ ഇനി ഒരു കാര്യവും കൂടെ ഓർത്തിരിക്കുക. രണ്ട് ലൈനിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു വേരിയബിൾ ഡിക്ലറേഷൻ ഇന്റ് a is equal to 10, b is equal to 20 ഒറ്റ ലൈനിൽ എഴുതാം അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒറ്റ ലൈനിൽ തന്നെ എയുടെയും ബിയുടെയും വാല്യൂ പ്രിന്റ് ചെയ്യാം. രണ്ട് പ്രിന്റ് എഫ് സ്റ്റേറ്റ്മെന്റ് എഴുതേണ്ട കാര്യമില്ല. രണ്ട് പ്രിന്റ് എഫ് സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുക്കേണ്ട കാര്യമില്ല. ഒറ്റ ലൈനിൽ തന്നെ കൊടുക്കാം. ഒറ്റ കാര്യം ചെയ്താൽ മതി. സ്ലാഷൻ കൊടുത്തു അല്ലെ. സ്ലാഷൻ കൊടുത്തു കഴിയുമ്പോൾ എന്ത് കിട്ടി, നമുക്ക് പുതിയ ലൈനിലേക്ക് നമ്മൾ വന്നു അല്ലെ. പുതിയ ലൈനിലേക്ക് സ്ലാഷൻ കൊടുത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയ ലൈനിലേക്ക് വന്നു. പുതിയ ലൈനിലേക്ക് സ്ലാഷൻ കൊടുത്തപ്പോൾ നമ്മൾ വന്നെങ്കിൽ അവിടെ തന്നെ നമ്മൾ എന്ത് കൊടുക്കുക, b is equal to എന്ന് പറഞ്ഞിട്ട് ബിയുടെ ഫോർമാറ്റ് സ്ട്രിംഗും കൂടെ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് a കൂടെ കോമ ഇട്ടു, പിന്നെ a എഴുതി, പിന്നെ കോമ ഇട്ടു, പിന്നെ b എഴുതി. അപ്പം പ്രിന്റ് എഫ് വന്നു. കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്ത് വന്നു കഴിയുമ്പം ആദ്യം പ്രിന്റ് എഫ് സ്റ്റേറ്റ്മെന്റ് കണ്ടു. പ്രിന്റ് എഫ് സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പം ആദ്യം എന്ത് ചെയ്യും, ഡബിൾ കോട്ട്സ് ആണ്. ഡബിൾ കോട്ട്സ് ആയതുകൊണ്ട് എന്ത് മനസ്സിലാക്കും, അതൊരു സ്ട്രിംഗ് ആണ്. അതിൽ കിടക്കുന്ന വാല്യൂസ് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യാമെന്ന് മനസ്സിലാകും. അപ്പൊ എന്ത് ചെയ്തു, a is equal to എന്ന് പറഞ്ഞ് വരും. a is equal to എന്ന് പ്രിന്റ് ചെയ്യും. പിന്നെ നോക്കുമ്പോൾ ഒരു %d കാണും. %d കാണുമ്പോൾ മനസ്സിലാകും എന്താണ്, ഇവിടെ ഏതോ ഒരു വേരിയബിളിലെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാവും. അപ്പൊ എന്ത് ചെയ്യും, ഈ %d നോക്കുമ്പം ഈ ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വാല്യൂ, ആദ്യത്തെ %d ആണെങ്കിൽ ഈ ഡബിൾ കോട്ട്സ് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ വാല്യൂ പ്രിന്റ് ചെയ്ത് കൊടുക്കും. %d സ്ഥലത്ത് എന്ത് കൊടുക്കും, ഈ ഡബിൾ കോട്ട്സ് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ വേരിയബിളിന്റെ വാല്യൂ പ്രിന്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ എയുടെ വാല്യൂ എന്താ, 10 ആണ്. അപ്പൊ ഇവിടെ 10 എന്ന് പ്രിന്റ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞ് അടുത്ത ലൈൻ നോക്കുമ്പോഴേക്കും സ്ലാഷൻ ആണ്. സ്ലാഷൻ എന്താ, ന്യൂ ലൈൻ ക്യാരക്ടർ ആണ്. അപ്പൊ എന്ത് ചെയ്യും, എക്സിക്യൂഷൻ അങ്ങോട്ട് പോകും, തൊട്ടടുത്ത ലൈനിലേക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് പോകും. അവിടെ എന്താണ്, b is equal to എന്ന് കൊടുത്തേക്കാണ്. വെറുതെ b is equal to എന്ന് തന്നെ പ്രിന്റ് ചെയ്ത് കൊടുക്കും. പിന്നെ എന്ത് കണ്ടു, ഒരു %d നെ കൂടെ കണ്ടു. ഒരു %d നെ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും, ഓക്കെ എനിക്ക് ഇനി ഒരെണ്ണം കൂടെ പ്രിന്റ് ചെയ്യാനുണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഇത് രണ്ടാമത്തെ %d ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വേരിയബിൾ ലിസ്റ്റിൽ രണ്ടാമത് കിടക്കുന്ന വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. അങ്ങനെ നമുക്ക് എത്ര വേരിയബിൾസിനെ വേണമെങ്കിലും ഒരു ലൈനിൽ തന്നെ നമുക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് പറ്റും. ഒറ്റ കാര്യമേ ഉള്ളൂ, ആ %d നമുക്ക് വാല്യൂ വേണ്ട അതേ ഓർഡറിൽ തന്നെ നമ്മൾ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര ലൈനിൽ വേണമെങ്കിലും, ഒരു ലൈനിൽ എത്ര എത്ര വേരിയബിൾസ് വേണമെങ്കിലും നമുക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ കമ്പൈൽ ചെയ്ത് നോക്കാം, എറർ ഒന്നുമില്ല. റൺ ചെയ്തു. a is equal to 10, b is equal to 20 എന്ന് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടി. ഓക്കെ, അങ്ങനെ എത്ര എണ്ണം വേണേലും പ്രിന്റ് ചെയ്യാം. ഞാനിപ്പോ ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ട, ഞാൻ ഇവിടെ നമുക്ക് നോക്കാം. എയുടെ സ്ഥലത്ത് 10ഉം ബിയുടെ സ്ഥലത്ത് 20ഉം ആയിരുന്നു അല്ലെ. ഞാനിവിടെ തിരിച്ചു കൊടുക്കുക. ഇവിടെ ബി ആദ്യം കൊടുത്തു, പിന്നെ എ ആദ്യം കൊടുത്തിട്ട് നമുക്ക് നോക്കാം എന്ത് വാല്യൂ കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ %d സ്ഥലത്ത് എന്ത് വാല്യൂ കിട്ടും, ബി കിട്ടും. ആദ്യത്തെ %d സ്ഥലത്ത്, രണ്ടാമത്തെ %d സ്ഥലത്ത് എന്ത് കിട്ടും, എയുടെ വാല്യൂ കിട്ടും. ഇവിടെ ബിയുടെ വാല്യൂ എന്താ, 20, എയുടെ വാല്യൂ എന്താണ്, 10 ആണ്. അപ്പൊ 20, 10 എന്നുള്ള ഓർഡറിൽ തന്നെയാണോ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, 20, 10. അപ്പം
നമ്മൾ ഏത് ഓർഡറിൽ വേരിയബിൾസ് കൊടുക്കുന്നു, ഈ ഫോർമാറ്റ് സ്ട്രിങ് ക്ലോസ് ചെയ്തിട്ട് കോമ ഇട്ടിട്ട് നമ്മൾ ഏത് ഓർഡറിൽ വേരിയബിൾസ് കിടക്കുന്നു ആ ഓർഡറിൽ തന്നെ ഇവിടെ പ്രിന്റ് ചെയ്തോളും. ഇവിടെ ആദ്യം %d കാണുമ്പോൾ ആദ്യം കിടക്കുന്ന വേരിയബിൾ ഏതാണ്? ബി ആണ്. ബിയിലെ വാല്യൂ പ്രിന്റ് ചെയ്യും. ഇവിടുത്തെ രണ്ടാമത്തെ %d കിടക്കുമ്പോൾ കാണുന്ന വാല്യൂ ഏതാണ്? എ ആണ്. എയുടെ വാല്യൂ പ്രിന്റ് ചെയ്തോളും. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് ഒരു വാല്യൂ, ഒരു വേരിയബിളിലെ വാല്യൂ നമ്മൾ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചത് ഇന്റീജർ ആണ്. ഇനി നമുക്കൊരു ഫ്ലോട്ട് വാല്യൂ പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് വായിക്കുവാണ്. ഓക്കെ, ഇന്റ് പുതിയൊരു വാല്യൂ ഞാൻ എടുത്തു. num1 is equal to 10 എന്ന് പറഞ്ഞ് പുതിയൊരു വാല്യൂ ഞാൻ എടുത്തു. അടുത്തത് ഫ്ലോട്ട്. ഫ്ലോട്ട് നമ്പർ 2. ഫ്ലോട്ട് ആവുമ്പോൾ എന്ത് കൊടുക്കണം? പോയിന്റ് ഉള്ള നമ്പർ കൊടുക്കണം. 15.67 എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇതിനെ രണ്ടിനെ പ്രിന്റ് ചെയ്ത് നമുക്ക് നോക്കാം. ഇത് നം എന്നുള്ളത് ഇന്റീജർ ആയതുകൊണ്ട് ഒരു ലൈനിൽ കൊടുക്കണം. ഫ്ലോട്ട് വേറൊരു ഡാറ്റ ടൈപ്പ് ആണ്, അതുകൊണ്ട് ഫ്ലോട്ട് വേരിയബിളിന്റെ ഡിക്ലറേഷൻ അടുത്ത ലൈനിൽ കൊടുക്കണം. അപ്പൊ നിങ്ങൾ സാധാരണ നമ്മൾ കണ്ടുവരുമ്പോൾ പ്രോഗ്രാം ഒക്കെ സ്വന്തമായിട്ട് എഴുതി കഴിയാൻ പറയുമ്പോഴേക്കും നിങ്ങൾ സാധാരണ കാണിക്കുന്ന മിസ്റ്റേക്ക് ഇവിടെ ഇങ്ങനെയൊക്കെ എഴുതി വെക്കും. എന്റെ num1 പിന്നെ ഫ്ലോട്ട് num2 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വലിയ സ്റ്റൈലിൽ അങ്ങ് എഴുതി വെക്കും. അതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കുക. ഈ രണ്ട് ലൈനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു പ്രോഗ്രാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ലൈൻസ് ആണ് വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മെമ്മറി ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? റിസർവ് ചെയ്ത് വെക്കുവാണ്. വേരിയബിൾസ് നമ്മൾ മാറ്റി വെക്കുവാണ്. അതിന്റെ ടൈപ്പ് ഒക്കെ നമ്മൾ പറയുവാണ്. ഒരു ടൈപ്പിലുള്ള വേരിയബിൾ മാത്രമേ ഒരു ലൈനിൽ ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഇന്റ് എ കോമ ബി കോമ സി എന്ന് എഴുതാം, കുഴപ്പമില്ല. പക്ഷെ ഇന്റ് ഫ്ലോട്ട് എന്ന് പറഞ്ഞ ഒരൊറ്റ ലൈനിൽ തന്നെ വേരിയബിൾ ഡിക്ലറേഷൻ ചെയ്യരുത്, തെറ്റിപ്പോവും. ഇന്റീജർ എല്ലാം ഒരു ലൈനിൽ കൊടുക്കുക, ഫ്ലോട്ട് എല്ലാം ഒരു ലൈനിൽ കൊടുക്കുക, ക്യാരക്ടർ എല്ലാം ഒരു ലൈനിൽ കൊടുക്കുക. അങ്ങനെയാണ് തെറ്റി വരത്തില്ല. ഓക്കെ, അപ്പം പ്രിന്റ് ഓഫ്, നിങ്ങൾക്ക് തുടക്കമായതുകൊണ്ട് ഞാൻ ഓരോ ലൈനിൽ തന്നെ പ്രിന്റ് ചെയ്ത് കാണിക്കാം. പ്രിന്റ് ഓഫ് ഇവിടെ എന്താണ്? ഇന്റീജർ വാല്യൂ അല്ലെ? ഇന്റീജർ വാല്യൂ ഇവിടെ ഏതായിരുന്നു? %d ആയിരുന്നു അല്ലെ? %d കോമ ഇവിടുത്തെ ഇന്റീജർ വാല്യൂ ഏതാ? നം ആണ്. അപ്പൊ ഏത് വാല്യൂ പ്രിന്റ് ചെയ്യണം? num1 എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്തു. അടുത്തത് പ്രിന്റ് ഓഫ്, എനിക്കിവിടെ പുതിയ ലൈനിൽ കിട്ടണം കേട്ടോ. പുതിയ ലൈനിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ /n കൊടുത്തു. /n എപ്പോൾ കാണുന്നു അപ്പൊ പുതിയ ലൈനിലേക്ക് പൊക്കോളും. ഫ്ലോട്ട് വാല്യൂ is equal to, ഫ്ലോട്ട് വാല്യൂവിന് നമ്മൾ കൊടുക്കേണ്ട ടൈപ്പ് മോഡിഫയർ എന്ന് പറയുന്നത് %f ആണ് കേട്ടോ. ഫ്ലോട്ട് വാല്യൂവിൽ നമ്മൾ കൊടുക്കേണ്ട മോഡിഫയർ %f ആണ്. ഇത് %f ആണ് കേട്ടോ. ഫ്ലോട്ട് വാല്യൂവിനെ കാണിക്കാനായിട്ട് കൊടുക്കുന്ന മോഡിഫയർ എന്താണ്? ഇത് ഫോർമാറ്റ് സ്ട്രിംഗ് എന്താണ്? %f ആണ്. ഇന്റീജർ ആണെങ്കിൽ കൊടുക്കേണ്ടത് %d ആണ്. %f എന്ന് കൊടുത്തു, ക്ലോസ് ചെയ്തു. ഇവിടെ ഫ്ലോട്ട് വാല്യൂവിന്റെ പേരെന്താ? num2 എന്നാണ്. അപ്പൊ ഞാൻ num2 എന്ന് പ്രിന്റ് ചെയ്തു, സെമിക്കോളൻ ഇട്ട് ക്ലോസ് ചെയ്തു. എനിക്ക് ഒറ്റ ലൈനിൽ തന്നെ വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് തുടക്കത്തിൽ ഉള്ള ലെവലിലായതുകൊണ്ടാണ് അങ്ങനെ ഓരോ ലൈനിലായിട്ട് പ്രിന്റ് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഓർത്തിരിക്കുക, ഇന്റീജർ വാല്യൂവിനെ പ്രിന്റ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ %d കൊടുക്കണം. ഫ്ലോട്ട് വാല്യൂവിനെയാണ് പ്രിന്റ് ചെയ്യേണ്ടതെങ്കിൽ കൊടുക്കേണ്ട ഫോർമാറ്റ് സ്ട്രിംഗ് എന്ന് പറയുന്നത് %f ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കതിനെ കമ്പൈൽ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കാം. നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി. ഇന്റീജർ വാല്യൂ 10, ഫ്ലോട്ട് വാല്യൂ 15.67 കഴിഞ്ഞിട്ട് കുറെ 0 വന്നിട്ടുണ്ട്. അത് അങ്ങനെ വരത്തുള്ളൂ, കാരണം ഡിഫോൾട്ട് ആയിട്ട് അത്രയും വരും. അത് എങ്ങനെ നമുക്ക് കുറയ്ക്കാം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഡിഫോൾട്ട് ആയിട്ട് അത്രയും ഡെസിമൽ പ്ലേസസ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. അപ്പൊ ഇതാണ് ഫ്ലോട്ട് വാല്യൂ പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ ഓർത്തിരിക്കുക, ഇന്റീജർ വാല്യൂവിനെ പ്രിന്റ് ചെയ്യാനായിട്ട് %d കൊടുക്കുക. ഫ്ലോട്ട് വാല്യൂവിനെയാണ് പ്രിന്റ് ചെയ്യേണ്ടതെങ്കിൽ %f എന്ന് കൊടുക്കുക. ഞാനിവിടെ ഒരു %d തന്നെ കൊടുത്തു നോക്കാം. നമുക്ക് എന്താ എറർ കാണിക്കുമോ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഞാനൊരു %d കൊടുത്തു. %d ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ കമ്പൈൽ ചെയ്യാണ്. റൺ. കണ്ടോ, എറർ കാണിക്കുന്നില്ല. പക്ഷെ ഫ്ലോട്ട് വാല്യൂ വന്നിട്ടില്ല. ഫ്ലോട്ട് വാല്യൂ എന്താണ്? 0 ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ എറർ ഒന്നും കാണിച്ചില്ല എന്നൊക്കെ വരും. പക്ഷെ
റിസൾട്ട് കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. കാരണം ഫ്ലോട്ട് വാല്യൂ വരേണ്ട സ്ഥലത്ത് നമ്മൾ എന്ത് ഫോർമാറ്റ് സ്ട്രിങ് തന്നെ കൊടുക്കണം, പെർസെൻറ്റേജ് എഫ് എന്ന് തന്നെ നമ്മൾ കൊടുക്കണം. പക്ഷെ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ എന്തായിരുന്നു എഴുതി വെച്ചിരുന്നത്, പെർസെൻറ്റേജ് ഡി ആയിരുന്നു എഴുതി വെച്ചിരുന്നത്. പെർസെൻറ്റേജ് ഡി എന്ന് പറയുന്നത് ഇൻറ്റീജറിന് വേണ്ടിയിട്ടാണ്. പെർസെൻറ്റേജ് ഡി ഇൻറ്റീജർ എഴുതിയിട്ട് ഒരു ഫ്ലോട്ട് വാല്യൂ num2 എന്ന് പറയുന്ന ഫ്ലോട്ട് വാല്യൂവിനെയാണ് നമ്മൾ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ തെറ്റി വന്നത്. ഓക്കെ, ഇനി ഒരു ക്യാരക്ടർ വാല്യൂവിനെ പ്രിന്റ് ചെയ്ത് നോക്കാം. സ്ട്രിങ് നമ്മൾ പഠിക്കുന്നില്ല. സ്ട്രിങ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്കൊരു മൊഡ്യൂൾ വളരെ വിശാലമായിട്ട് സ്ട്രിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്ട്രിങ് നമുക്ക് അപ്പുറത്തേക്ക് മാറ്റി വെച്ചേക്കാം. ക്യാരക്ടർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനായിട്ടുള്ള കീവേഡ് ക്യാർ എന്നുള്ള കീവേഡ് ആണ്. ക്യാർ ഇസ് ഈക്വൽ ടു എന്നിട്ട് സിംഗിൾ കോട്സിന്റെ ഉള്ളിൽ വേണം ക്യാരക്ടർ വേരിയബിൾ കൊടുക്കാനായിട്ട് കേട്ടോ. അത് ഓർത്ത് വെക്കുക. സിംഗിൾ കോട്സിന്റെ ഉള്ളിൽ വേണം എന്ത് കൊടുക്കാനായിട്ട്, ക്യാരക്ടർ വേരിയബിൾ കൊടുക്കാനായിട്ട്. അപ്പം ഇന്റ് ഞാൻ നം എന്ന് പറയുന്നൊരു വേരിയബിൾ എടുത്തു, അതിൽ വാല്യൂ 10 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്തു. ഫ്ലോട്ടിൽ num2 എന്നുള്ളൊരു വേരിയബിൾ എടുത്തു, അതിൽ 15.67 എന്നുള്ളൊരു വാല്യൂ അസൈൻ ചെയ്തു. ക്യാർ ആണെങ്കിൽ അതിൻ്റെ അകത്ത് സി എന്ന് പറഞ്ഞ വേരിയബിൾ എടുത്തു, അതിൻ്റെ അകത്ത് സിംഗിൾ കോട്സിന്റെ അകത്ത് എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ വാല്യൂ ഞാൻ അസൈൻ ചെയ്തു. ഇത് ക്യാരക്ടർ കോൺസ്റ്റന്റ് ആണ്. ക്യാരക്ടർ എപ്പോഴും എന്തിൽ തന്നെ കൊടുക്കണം, സിംഗിൾ കോട്സിന്റെ ഉള്ളിൽ തന്നെ കൊടുക്കണം. ഇൻറ്റീജർ വേരിയബിൾ എല്ലാം ഒരു ലൈനിൽ, ഫ്ലോട്ട് എല്ലാം ഒരു ലൈനിൽ, ക്യാരക്ടർ എല്ലാം ഒരു ലൈനിലായിട്ട് തന്നെ വേണം ഡിക്ലെയർ ചെയ്യാനായിട്ട്. സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡിക്ലെയർ ചെയ്യണം. നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളെല്ലാം കൂട്ടിക്കുഴച്ച് എഴുതി വെക്കും, അത് തെറ്റാണ് കേട്ടോ. അപ്പൊ അത്ര എഴുതി. ഞാനതൊന്ന് പ്രിന്റ് ചെയ്ത് കാണിച്ചു തരാം. പ്രിന്റ് പുതിയ ലൈനിൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കണം, /n കൊടുക്കണം. ഇത് നിങ്ങൾ കുറെ ചെയ്ത് വന്നാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. ക്യാരക്ടർ വാല്യൂ is equal to ക്യാരക്ടർ വാല്യൂവിന്റെ ഫോർമാറ്റ് സ്ട്രിംഗ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് സി ആണ് കേട്ടോ. ഫ്ലോട്ടിന് പെർസെൻറ്റേജ് എഫ് ആണ്, ഇൻറ്റീജറിന് പെർസെൻറ്റേജ് ഡി ആണ്, ക്യാരക്ടർ വാല്യൂവിന് പെർസെൻറ്റേജ് സി ആണ്. നമുക്ക് എഴുതി പോകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഇവിടെ ക്യാരക്ടർ സി എന്നാണ് അല്ലെ, സി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ള വേരിയബിളിന്റെ പേര്. അപ്പൊ ഞാൻ ഇവിടെ സി എന്ന് തന്നെ കൊടുക്കുകയാണ്. സി ഡബിൾ കോട്ട്സ് ഇട്ട് ക്ലോസ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇതിനെ കമ്പൈൽ ചെയ്യാണ്. ഓക്കെ, എറർ ഒന്നുമില്ല. റൺ ചെയ്തു. ക്യാരക്ടർ വാല്യൂ ഈക്വൽ ടു എന്ന് കിട്ടി. നമ്മൾ എഴുതി വെച്ചിരുന്നത് തന്നെ കിട്ടി. ഓക്കെ, ഈ രീതിയിലാണ് പ്രിന്റ് ചെയ്യുന്നത്. നിങ്ങൾ ഒറ്റ കാര്യം ഓർത്താൽ മതി, ഒരു വേരിയബിളിൽ കിടക്കുന്ന വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ ഒരിക്കലും കൊടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താ, ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ എന്ത് കിടന്നാലും അത് അതുപോലെ തന്നെ പ്രിന്റ് ചെയ്ത് കിട്ടും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് എവിടെയാണോ ഈ വേരിയബിൾ വരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ സ്ഥലത്ത് എന്ത് ചെയ്യുക, അതിന്റെ ഫോർമാറ്റ് സ്ട്രിംഗ് പറയുക. എന്നിട്ട് ഡബിൾ കോട്ട്സ് എല്ലാം കൂടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് കോമ ഇട്ട് ആ ഓർഡറിൽ തന്നെ വേരിയബിൾസ് ലിസ്റ്റ് ചെയ്യുക. അപ്പൊ അതാണ് ഒരു പ്രിന്റ് ഉപയോഗിച്ച് നമ്മൾ ഡിഫറെന്റ് ടൈപ്സിലുള്ള വാല്യൂ പ്രിന്റ് ചെയ്യുന്നത്. സ്ട്രിംഗ് ആണെങ്കിൽ ഒന്നും അറിയണ്ട, ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ വെറുതെ അങ്ങ് കൊടുത്തേച്ചാൽ മതി. ഇനി ഞാൻ ഡബിളും കൂടി കാണിച്ചു തരാം. ഡബിൾ എന്ന് പറഞ്ഞൊരു ടൈപ്പും കൂടെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. ഡബിളിൻ്റെ അകത്ത് ഞാൻ കൊടുക്കുന്നത് നമ്പർ 3 എന്ന് കൊടുക്കുകയാണ്. ഡബിൾ എന്താണ്, ഇൻറ്റീജർ ഫ്ലോട്ടിംഗ് വാല്യൂ പോലെ തന്നെയാണ്. സോറി, എവിടെ പോയി. ഡബിളിൻ്റെ അകത്ത് നമുക്ക് ഇൻറ്റീജർ പോലെ തന്നെയാണ്, ഹയർ പ്രിസിഷൻ കിട്ടുന്നേ ഉള്ളൂ. മെമ്മറി ലൊക്കേഷൻ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്ന മാത്രമേ അടുത്ത് വ്യത്യാസം വരുന്നു. ഡബിളിന് ഡി എന്ന് കൊടുക്കരുത്, കാരണം ഡി ഓൾറെഡി നമ്മളിവിടെ ഇൻറ്റീജറിന് വേണ്ടി എടുത്തു. അപ്പൊ ഡബിളിന് ഡി എന്ന് കൊടുക്കരുത്, കാരണം നമ്മൾ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണല്ലോ നമ്മൾ ഫോർമാറ്റ് സ്ട്രിംഗ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഡബിളിന് ഡി എന്ന് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താണ്, ഡബിൾ ടൈപ്പ് വാല്യൂ അല്ലെ, ഡബിൾ ടൈപ്പിലുള്ള വാല്യൂ ആണ് നമ്മൾ പ്രിന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇസ് ഈക്വൽ ടു ലോങ് എഫ് എന്ന് കൊടുക്കുക കേട്ടോ. പെർസെൻറ്റേജ് LF ആണ് ഡബിളിന് കൊടുക്കുന്നത്. ലോങ് എഫ് എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. അപ്പൊ ഡബിളിന് കയറ്റി നിങ്ങൾ ഡി എന്ന് കൊടുക്കരുത്, തെറ്റിപ്പോകും. ലോങ് എഫ് എന്ന് വേണം കൊടുക്കാനായിട്ട്. നമ്പർ 3 കമ്പയർ ചെയ്ത് നോക്കാം. വാല്യൂ എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഈ രീതിയിലാണ് ഒരു പ്രിന്റ് എഫ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു വേരിയബിളിലെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രിന്റ് എഫ് സ്കാൻഎഫ് ഇല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ നമുക്ക് ഡാറ്റ റീഡ് ചെയ്യാനോ പ്രിന്റ് ചെയ്യാനോ പറ്റത്തില്ല. ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റ്, പ്രിന്റ് എഫ് സ്കാൻഎഫ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് തന്നെ അറിഞ്ഞിരിക്കുക. അപ്പൊ ഇതാണ് പ്രിന്റ് എഫ് എന്നുള്ളത്. ഒരു കാര്യമില്ല, നമുക്കൊരു വേരിയബിളിലെ വാല്യൂ എവിടെ വേണോ ആ സ്ഥലത്ത് എന്ത് കൊടുക്കുക, പെർസെൻറ്റേജ് ഡി എന്ന് കൊടുക്കുക. പെർസെൻറ്റേജ് ഡി എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അതിലെ വാല്യൂ ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കുക. ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തിട്ട് കോമ ഇട്ടിട്ട് ആ ഏത് വേരിയബിളിലെ വാല്യൂ ആണോ നിങ്ങൾ ഇവിടെ വരാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ വേരിയബിളിന്റെ പേര് കൊടുക്കുക.
ഈ ഡബിൾ കോട്സിനും കോമയ്ക്കും കുത്തിനും എല്ലാം സി പ്രോഗ്രാമിൽ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അത് കൊടുക്കേണ്ട സ്ഥലത്ത് മാത്രമേ കൊടുക്കാവൂ. ഫ്ലോട്ട് വാല്യൂ ആണെങ്കിൽ കൊടുക്കേണ്ട ഫോർമാറ്റ് സ്ട്രിംഗ് %f ആണ്. ക്യാരക്ടർ ആണെങ്കിൽ കൊടുക്കേണ്ട ഫോർമാറ്റ് സ്ട്രിംഗ് %c ആണ്. ഡബിൾ വാല്യൂ ആണെങ്കിൽ കൊടുക്കേണ്ട ഫോർമാറ്റ് സ്ട്രിംഗ് %lf ആണ് കേട്ടോ. അപ്പൊ ഇത്തരം കാര്യങ്ങളും കൂടെ ഓർത്ത് വയ്ക്കുക. പ്രിന്റ്എഫ് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.